2022 പ്രോബബിലിറ്റി ആൻഡ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ട്, അതായത് അതിലെ തിയറി കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ പാർട്ട് 2-ൽ ഇതിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന സെക്ഷൻ ബിയിൽ, സെക്ഷൻ എയിൽ അങ്ങനെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല, എല്ലാം തിയറി ആയിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് തിയറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആലോചിക്കാം. ഓക്കെ, ഇനി ബി പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡ്സ് എന്നൊരു കാർഡ് നമ്മൾ ഡ്രോ ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ്. ഗെറ്റിംഗ് എ കിങ്, ഒരു കിങ് ഓർ എ ഹാർട്ട്. കിങ് ഓർ എ ഹാർട്ട് ഓർ എ റെഡ് കാർഡ്. ഓർ എ റെഡ് കാർഡ്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്നാണ്. 52 കാർഡ്സ് നമ്മളൊരു കാർഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കിങ്ങോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ റെഡ് കാർഡോ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഞാൻ ഗെറ്റിംഗ് എ, അപ്പോൾ പെട്ടെന്ന് അതിനെ മാത്തമാറ്റിക്കലി മാറ്റുക, നമ്മൾ എക്സ്പ്രഷനിലേക്ക് മാറ്റുക. ഗെറ്റിംഗ് എ കിങ്. അതേപോലെ ബി ഗെറ്റിംഗ് എ ഹാർട്ട്. അതേപോലെ സി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ റെഡ് കാർഡാണ്. കിങ് കാർഡ്, ഹാർട്ട് കാർഡ് അല്ലെങ്കിൽ റെഡ് കാർഡ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത് കാണണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബി ഒക്കെ കാണും. പക്ഷേ ഇതൊക്കെ സിമ്പിളാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് അല്ലേ. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്താ, എത്ര കിങ് ഉണ്ട് സാധാരണ ഒരു 52 കാർഡ്സിൽ? 4 കിങ് ആയിരിക്കൂലേ അല്ലേ. ഹാർട്ട്, ഡയമണ്ട്, സ്പേഡ്, ക്ലബിൽ ഓരോന്നിൽ ഓരോ കിങ്. അപ്പോൾ 4/52 ഇതാണ് പി ഓഫ് എ. പി ഓഫ് ബി എന്താ? ഗെറ്റിംഗ് എ ഹാർട്ടല്ലേ. എത്ര ഹാർട്ട് ഉണ്ടാവും? 13 എണ്ണം അല്ലേ. അപ്പോൾ 13/52. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സി എന്താ? ഗെറ്റിംഗ് എ റെഡ് കാർഡ്. റെഡ് കാർഡ് എത്ര ഉണ്ടാവും? ബ്ലാക്ക് 26ഉം അതേപോലെ റെഡ് 26 ആകും. ഇപ്പോൾ 26/52. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താ? അതായത് കിങ്ങും ആവണം, അതേപോലെ ഹാർട്ടിലെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ 1/52. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്താ? അതായത് കിങ്ങും ആയിരിക്കണം റെഡും ആയിരിക്കണം. ഇപ്പോൾ 2 റെഡ് ഇല്ലേ അല്ലേ. ഇപ്പോൾ 2 റെഡ് ഉണ്ട്, അപ്പോൾ 2 റെഡ് കിങ് ഉണ്ട്. ഇപ്പോൾ 2/52. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ബി ഇൻ്റർസെക്ഷൻ സി എന്താ? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഹാർട്ടും ആയിരിക്കണം റെഡും ആയിരിക്കണം അല്ലേ. അങ്ങനത്തെ എത്രയുണ്ട്? റെഡായിട്ടുള്ള ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 തന്നെയല്ലേ. എല്ലാ ഹാർട്ട് കാർഡ് എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ 13/52. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അതായത് റെഡ് ആയിരിക്കണം, അത് ഹാർട്ട് ആയിരിക്കണം, അത് കിങ് ആയിരിക്കണം. അങ്ങനത്തെ ഒറ്റ ഒന്നേ ഉള്ളൂ, 1/52. അപ്പോൾ ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് മൈനസ് ഇത് മൈനസ് ഇത് പ്ലസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം 4ഉം 13ഉം, ഇതെല്ലാം 52 ആണ് ഡിനോമിനേറ്റർ. അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്റർ മാത്രം ചെയ്യുകയാണേ. 13 4ഉം 17 17ഉം 26ഉം എന്ന് പറയുമ്പം 23ഉം 43 ഇതൊക്കെ മൈനസ് ചെയ്യണം. 43 13 പോയാൽ 30, 30 3 പോയാൽ 2 3 പോയാൽ 27, 27ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 28. അപ്പോൾ 28/52 ആയിരിക്കും. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്: ഇഫ് പി ഓഫ് എക്സ് ഈക്വൽസ് x/15 for x equals 1 2 3 4 5 and equals 0 otherwise,
ഫൈൻഡ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 or 2. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എക്സിൻ്റെ പ്രോബബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 1 or 2 or 3 or 4 or 5 ആണെങ്കിൽ x/15 എന്നുള്ളതാണ് പ്രോബബിലിറ്റി. അപ്പോൾ 1 ആകുമ്പോൾ 1/15, 2 ആകുമ്പോൾ 2/15, 3 ആകുമ്പോൾ 3/15. അങ്ങനെ മനസ്സിലായിട്ടുണ്ടല്ലോ. ബാക്കി ഏത് വാല്യൂ എക്സിന് വന്നു കഴിഞ്ഞാലും 0 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 or 2 ആണ്. എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 2 കണ്ടാൽ പോരെ. ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ആണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ ഇത് വെച്ചിട്ടൊരു ഡൗട്ട് തോന്നാം, ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യേണ്ടതെന്ന്. എക്സ് 1 ആവുക എക്സ് 2 ആവുക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇൻ്റർസെക്ഷൻ ഉണ്ടോ? അല്ല, എക്സിൻ്റെ വാല്യൂ 1ഉം 2 എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻറ്റ് കേസസ് ആണ്. അതിൻ്റെ അകത്ത് ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 എന്താ 1/15. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 2 എന്താ 2/15. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 or 2 എന്താ 3/15. ഇതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് 1/5 എന്നും എഴുതാം അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, ആ രീതിയിലൊന്ന് മാറ്റി എഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഇൻ്റർസെക്ഷൻ നമ്മൾ ജസ്റ്റ് കോമൺ ഇട്ടാൽ മതി, എക്സ് ഗ്രേറ്റർ ദാൻ 1. അതായത് നമ്മളിവിടെ റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക, അങ്ങനെ സെറ്റായിട്ടല്ലോ തന്നെ, അതുകൊണ്ട് ഇങ്ങനെ എഴുതി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് ഇൻ്റർസെക്ഷനാണ്. എക്സിൻ്റെ വാല്യൂ 1/2 5/2 ഇടയിലായിരിക്കണം. എക്സിൻ്റെ വാല്യൂ 1 കൂടുതലും ആയിരിക്കണം. ഇവിടെ ഒരു 1 എടുത്തു ഞാൻ. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 അല്ലേ. അപ്പോൾ ഇതിവിടെ ഒരു 2.5 ഉണ്ട്. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 അല്ലേ, അതിവിടെയുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ 0.5 മുതൽ 2.5 വരെയാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയ. രണ്ടാമത്തെ കേസ് പറയുന്നത് 1 കൂടുതലായിരിക്കണം. അപ്പോൾ ഇത്ര ഏരിയ. അപ്പോൾ രണ്ടും കൂടെ ഇൻ്റർസെക്ഷനിൽ വരുന്ന ഏരിയ ഏതാ 1 മുതൽ 2.5 വരെ അല്ലേ. അപ്പോൾ അതെടുത്താൽ പോരെ നമുക്ക്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽസ് ഇല്ല അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് 1 ആവുന്നില്ല. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ലെസ് ദാൻ എന്തുമായിരിക്കണം 5/2 ആയിരിക്കണം. ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി ഇതോരോന്നും കാണണം. എന്ന് പറയുമ്പം ഓക്കെ, ഈക്വൽസ് എന്താ, എക്സിൻ്റെ വാല്യൂ 1 കൂടണം, 5/2 2.5 കുറയണം. 1 കൂടുക എന്ന് പറയുമ്പോൾ 2 വരാം, 3 വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ 2.5 കുറയാന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ മാത്രമല്ലേ ഉള്ളൂ. 1 കൂടുകയും വേണം, 2.5 കുറയുകയും വേണം. അപ്പോൾ 2 മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സിന് 2 വരാം, 3 വരാം അല്ലേ, 4 വരാം, 5 വരാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാല്യൂസൊക്കെ 0 ആയതുകൊണ്ടാണ് അതൊന്നും കൂട്ടാത്തത്. ഓക്കെ, പ്രോബബിലിറ്റി 0 ആയതുകൊണ്ട്. ഇനി ഇങ്ങനെയല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 0 എന്ന് എഴുതാം അല്ലേ. എക്സ് ഈക്വൽസ് 1 എന്ന് എഴുതാം. എക്സിൻ്റെ വാല്യൂ 1 അല്ലാത്ത എല്ലാം വരുന്നില്ലേ അല്ലേ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/15 ആണ്. താഴെ വരിക എക്സ് ഈക്വൽസ് 1 അല്ലാത്ത ബാക്കിയെല്ലാം. എക്സ് ഈക്വൽസ് 1 വരെ 1/15 ആണ്. അപ്പോൾ ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ 14/15. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1ൻ്റെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക 2/15 ഇൻറ്റു 15/14 വരും. ദറ്റ് ഈസ് 2/14, ദറ്റ് ഈസ് 1/7 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതാണ് 6 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്, പ്രോബ്ലം വരുന്നത് നോക്കിക്കോ. The probabilities of A, B and C becoming managers of a company are 4/9, 2/9, 1/3 റെസ്പെക്റ്റീവ്ലി. അപ്പം എ മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി, ബി മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പം ഞാൻ പ്രോബബിലിറ്റി ഓഫ് എ ആ ഇവൻറ്റിന് ABC എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/9, പ്രോബബിലിറ്റി ഓഫ് ബി 2/9, പ്രോബബിലിറ്റി ഓഫ് സി 1/3. The probability that the bonus scheme will introduced if A, B and C are
the probability that the bonus scheme will introduced if A, B and C become managers respectively are 3/10, 1/2, 4/5 respectively. അപ്പോൾ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എയും ബിയും എ മാനേജർ ആയിട്ടുണ്ടെങ്കിൽ ബോണസ് സ്കീം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് 3/10. അതേപോലെ ബി മാനേജർ ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് 1/2. അതേപോലെ സി മാനേജർ ആയിട്ടുണ്ടെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് 4/5. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ബോണസ് സ്കീം ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്, ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് what is the probability that the manager appointed was A? അപ്പോയിൻ്റ് ചെയ്ത മാനേജർ എ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം, ഒന്നുകൂടെ ആലോചിക്കാം. ഇവിടെ എന്താ ബേസ് ഇയറോ അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റിയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു കാര്യം തന്നിട്ടുണ്ട്, അതായത് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനെ നമ്മൾ എ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നൊട്ടേഷൻസ് ഒന്നൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ നമുക്കിങ്ങനെ ഒരു 2, 3, 4 ഇങ്ങനെ എന്താ പറയുക പാർട്ടീഷനാക്കി മാറ്റാനുണ്ടാവും. പാർട്ടീഷനാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ, ബി, സി ഇവർ 3 പേരും മാനേജേഴ്സ് ആവുക എന്നുള്ള ഇവൻ്റാണ് നമുക്കങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തേന് ഞാൻ B1 എന്നും, രണ്ടാമത്തെ B2, മൂന്നാമത്തെ B3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, എ എന്ന് പറയുന്നത് ഇവൻ്റ് നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 3/10 ഒക്കെ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നുകൂടെ. എ മാനേജർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന ആൾ മാനേജർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് B1 എന്ന് പറയുന്ന ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എ നടക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ആണ് തന്നിരിക്കുന്നത് 3/10. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 ആണ് തന്നിരിക്കുന്നത് 1/2. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3 ആണ് തന്നിരിക്കുന്നത് 4/5. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം തോന്നാം, ഈ പ്രോബബിലിറ്റി ഓഫ് B1 പ്രോബബിലിറ്റി ഓഫ് B2 പ്രോബബിലിറ്റി ഓഫ് B3 കുട്ടികൾ 1 കിട്ടേണ്ടതെന്ന്. കിട്ടുന്നുണ്ട്. 4/9, 2/9. ഈ 1/3 മാറ്റി 3/9 ആയിരിക്കൂടെ. 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 4 + 2 6 + 3 9. 9/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും, ഇതൊന്നും എന്താ പറയുക പാർട്ടീഷൻ ആക്കാൻ പറ്റില്ലല്ലോ, കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന സാധനം എ എന്ന് പറയുന്ന ഇവൻ്റ് ആക്കി എടുക്കാം. പിന്നെ നമുക്ക് കുറേ ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ്സിന് B1, B2, B3 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ E1, E2, E3 അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം നമ്മളിവിടെ ബേസ് ഇയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എ എന്ന് പറയുന്ന ആൾ മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ കാണാൻ നമുക്ക് എന്താ അറിയുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 ഡിവൈഡ് ബൈ 3, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B3. അങ്ങനെ 3 പ്രോബബിലിറ്റീസ് അവിടെ ആഡ് ചെയ്യണം. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇതിൽ തന്നെ ഇൻറ്റു ചെയ്യാനൊക്കെ ഉള്ളൂ. ഇപ്പം ഇവിടെ എഴുതണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ, ആദ്യം വേണ്ടത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1, അത് 3/10 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് 4/9 ആണ്, ഡിവൈഡ് ബൈ താഴെ വരിക ഓരോന്ന് കോമ്പിനേഷൻ 3/10 ഇൻറ്റു 4/9 പ്ലസ് 1/2 ഇൻറ്റു 2/9 പ്ലസ് 4/5 ഇൻറ്റു 1/3 അല്ലെങ്കിൽ 3/9 കൊടുക്കാം. അപ്പോൾ ഏകദേശം ഡിനോമിനേറ്ററൊക്കെ ഈക്വൽ ആക്കാൻ നോക്കുക. അപ്പോൾ ഈ 1/2 ഇവിടെ 10 ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഈ 1/2 നമുക്ക് 5/10 എന്ന് എഴുതിക്കൂടെ. അതേപോലെ ഇതിനെ 8/10 എന്ന് എഴുതിക്കൂടെ അല്ലേ. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടോ LCM കണ്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ബി പാർട്ടിൽ ഇങ്ങനെ 3 പ്രോബ്ലംസാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഡി പാർട്ടിൽ 2 പ്രോബ്ലംസ് ചോദിച്ചേക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നിരിക്കുന്ന ഇഫ് ദ ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ f(x,y) ഓഫ് xy. ഇതെനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തൊരു പ്രോബ്ലമാണ്. 1 - e⁻⁻x e⁻⁻y
പ്ലസ് ഇ റേസ് ടു മൈനസ് സ്മോൾ എക്സ് പ്ലസ് വൈ, എക്സ് ഗ്രേറ്റർ ദാൻ 0, അതേപോലെ വൈ ഗ്രേറ്റർ ദാൻ 0, 0 അതർവൈസ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മാർജിനൽ ഡെൻസിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മാർജിനൽ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഇത് തന്നിരിക്കുന്ന ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അത് മാറ്റിയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂഷൻ അല്ലാതെ ജോയിൻറ്റ് എന്താക്കി മാറ്റുക, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാക്കി മാറ്റുക. അത് കഴിഞ്ഞ് ഡെറിവേറ്റീവ് എടുക്കുക. അതിനുശേഷം f1 ഓഫ് എക്സും കാണാം. f1 ഓഫ് എക്സ് കാണാൻ നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റിയും, അതേപോലെ f2 ഓഫ് വൈ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ചെയ്താൽ മതി. പിന്നെ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റിനായിട്ട്. f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് വൈ കിട്ടുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് 1 ഇൻ്റർസെക്ഷൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽസ് 1 കാണാൻ പറയുന്നുണ്ട്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽസ് 1 ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ലെവലായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്നാണ്, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തൊരു എക്സാമ്പിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് നോക്കി ചെയ്തോളാം. പിന്നെ ഡി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചേക്കുന്നത് ഇതാണ്. ഇൻ എ certain town there are equal number of male and female residents. അപ്പം മെയിലും ഫീമെയിൽസിന് കൗണ്ട് ഈക്വലാണ്. ഓക്കെ, it is shown that 5% females and 20% males are unemployed. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇഫ് എനി അൺഎംപ്ലോയിഡ് പേഴ്സൺ ഈസ് പിക്ഡ് അപ്പ് അറ്റ് റാൻഡം. ഓക്കെ, ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ റാൻഡായിട്ട് എടുത്തപ്പം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മെയിൽ? അതൊരു മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി, ഇറ്റ് ഈസ് എ മെയിൽ. രണ്ടാമത്തത് അതൊരു ഫീമെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമുക്കിങ്ങനെ ഒരു കണ്ടീഷനായിട്ട് ഇങ്ങനെ തന്നില്ലല്ലോ. അപ്പം നേരത്തെ എന്തായിരുന്നു, ബേസ്ഡ് ഇയർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ പിക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി, പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്തറിയാം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫീമെയിൽ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. കാരണം നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള മെയിലും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിലും നമുക്കറിയാം. അതായത് അതിപ്പോൾ ഇങ്ങനെ എഴുതാം, അൺഎംപ്ലോയിഡിന് ഞാനൊരു ബി എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഞാൻ B1ഉം ഇതിന് ഞാൻ B2. ഇതാണല്ലോ നമ്മുടെ പാർട്ടീഷനായിട്ട് വരിക. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഏതാ എ എന്ന് പറയുന്ന ഇവൻ്റ് ആക്കി എടുക്കാം അൺഎംപ്ലോയിഡ്. അപ്പോൾ A ഗിവൺ B1 അതായത് മെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിനെ തന്നു കഴിഞ്ഞാൽ അതിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100 അല്ലേ. അപ്പോൾ അതിനെ വേണമെങ്കിൽ 2/10 എന്ന് എഴുതാം നമുക്ക്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്താ തന്നിരിക്കുന്നത്, അതായത് ഫീമെയിൽ ആണ് തന്നിരിക്കുന്നത്. ഫീമെയിൽസിൻ്റെ കളക്ഷൻ തന്നു, അതിൽ നിന്നൊരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. ദാറ്റ് ഈസ് 5/100. ഓക്കെ, 5/100. അപ്പോൾ നമുക്കറിയേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എന്താ വേണ്ടേ, ഗെറ്റിംഗ് ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺ എടുക്കുമ്പോൾ അതൊരു മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് B1 ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഇതായിരിക്കില്ലേ വേണ്ടല്ലേ. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതൊരു മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ. അതേപോലെ അതൊരു ഫീമെയിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ എ. ഇത് രണ്ടും കാണണം, ബേസ് തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുക പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 ഡിവൈഡ് ബൈ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ
നമുക്കറിയാലോ, പ്രോബിലിറ്റി ഓഫ് എ B1 B2. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B2. ഇത് കാണുമ്പം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്ന് പറയുന്നത് 20/100 തന്നെ എടുക്കുകയാണ് ഞാൻ, ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് 1/2. ഇവിടെയാണെന്ന് വെച്ചാൽ 20/100 ഇൻറ്റു 1/2 പ്ലസ് മറ്റേത് വരുന്നത് 5/100. 5/100 ഇൻറ്റു 1/2. ഓക്കെ, ഇത് ചെയ്യാം. ചെയ്യാനുള്ള 1/2 എല്ലാം പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 20/100 ഡിവൈഡ് ബൈ 20/100 പ്ലസ് 5/100 എന്ന് വെച്ചാൽ 25/100. അപ്പോൾ 20/100 ഇൻറ്റു 100/25 അല്ലേ. അപ്പോൾ 100 100 ക്യാൻസൽ ചെയ്ത് 20 25 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4/5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് 4/5. അതേപോലെ പ്രോബിലിറ്റി ഓഫ് B2 ഗിവൺ എയും കൂടെ കണ്ടുപിടിക്കാം. അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B2, താഴെ സെയിം തന്നെ. ഓക്കെ, അപ്പോൾ മുകളിൽ വരിക 20/100 പകരം 5/100 അല്ലേ. അപ്പോൾ 5/100 ഇൻറ്റു 100/25, 5/25 എന്ന് പറയുന്നത് 1/5. ഓക്കെ, അപ്പോൾ ഇത് 1/5 ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്നത്. നോക്കുമ്പം 20 മാർക്ക്, 20ഉം 3 6 18 38 മാർക്കിന് ആണ് ഇവിടെ പ്രോബ്ലം ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സെറ്റും കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സെറ്റ്, അതിലും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം.